ലോകരക്ഷകൻ്റെ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അഹങ്കാരവും അലസതയും ശാശ്വതമായി മാറിപ്പോകുവാനും എളിമ എന്നും നിലനിൽക്കുവാനുമായി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 36 മുതൽ 38 വരെ നമ്മൾ ധ്യാനിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഹന്ന എന്ന പ്രവാചകിയെ കണ്ടുമുട്ടുന്നത്. അവൾ വിധവയായിരുന്നു, ദേവാലയം വിട്ട് പോകാത്തവളായിരുന്നു. പ്രാർത്ഥനയിലും ഉപവാസത്തിലും രാപകൽ ദൈവത്തെ സേവിച്ചിരുന്നവളായിരുന്നു. ദൈവത്തിൻ്റെ രക്ഷ പ്രതീക്ഷിച്ചിരുന്നവളോട് യേശുവിനെപ്പറ്റി സംസാരിച്ചവൾ ആയിരുന്നു. വചനം പറയുന്നു, 84 വർഷമായി അവൾ വിധവയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹന്നയെപ്പറ്റി വചനം പറഞ്ഞത് മുഴുവനും അക്കമിട്ട് പറഞ്ഞത് എന്തിനാണെന്നറിയുമോ? ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. നമ്മൾ എല്ലാവരും ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും ഏത് ജീവിതാവസ്ഥയിൽ ജീവിക്കുന്നവരാണെങ്കിലും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരു വാർദ്ധക്യകാലം ഉണ്ടാകും. അതിനെ നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ. അതിന് ഹന്ന പ്രവാചികയെ നമുക്ക് മാതൃകയാക്കാം. ഒരു തത്വം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഉദ്യോഗങ്ങളിൽ നിന്നും വിരമിക്കുമ്പോൾ പറയുന്നതാണ്, ഫുള്ളി റിട്ടയർഡ് ആൻഡ് ഫുൾ ടൈം റിലീജിയസ്. പൂർണ്ണമായും വിരമിച്ച് മുഴുവൻ സമയവും ആത്മീയ മനുഷ്യനായി ഇനി ജീവിക്കുക എന്ന്. അതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വാർദ്ധക്യത്തിൽ എന്ത് ജീവിതശൈലി സ്വീകരിക്കണമെന്ന് ഈ നോമ്പുകാലത്ത് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹന്നയെപ്പോലെയാകാം നമുക്ക്. വാർദ്ധക്യത്തിൽ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ ആലയം വിട്ട് ജീവിക്കാതിരിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ ആലയത്തോട് ചേർന്ന് ജീവിക്കാം. പ്രാർത്ഥനയും ഉപവാസവും ജീവിതശൈലിയാക്കിയാൽ മറ്റുള്ളവർക്ക് നമ്മൾ ശല്യമാകാതിരിക്കും. അവർ ആഗ്രഹിക്കുന്നതും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. ദൈവത്തെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയായി നമുക്ക് മാറാം. ഇത്രയും കാലം മനുഷ്യ ശുശ്രൂഷ ചെയ്തില്ലേ? വാർദ്ധക്യത്തിലെങ്കിലും ദൈവ ശുശ്രൂഷയ്ക്ക് അല്പസമയം കണ്ടെത്തണേ. മാത്രമല്ല, യേശുവിനെക്കുറിച്ച് പറയുന്നവർ, പ്രഘോഷിക്കുന്നവർ ആവണം നമ്മൾ ഓരോരുത്തരും. വാർദ്ധക്യത്തിനു മുമ്പ് നമ്മൾ എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ പ്രഘോഷിച്ചത് എന്ന് ഒരു ആത്മശോധന ചെയ്യണം. ഇനിയെങ്കിലും നമ്മുടെ ഈ ലോക ജീവിതം ഈ ഭൂമിയിൽ ഈശോയെ പ്രഘോഷിക്കാൻ സമയം കണ്ടെത്തിയോ? ഇല്ലെങ്കിൽ അതിനുള്ള സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കും ഈ നൂറ്റാണ്ടിലെ ഒരു ഹന്ന പ്രവാചകിയായി മാറുവാൻ തീരുമാനിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടി എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹപൂർവ്വം, ജോണച്ചൻ, പുൽക്കൂട്ടിലേക്ക്.